ഇപ്പോ നമ്മൾ പറയാറുണ്ട് 2014 മോഡി അധികാരത്തിലേൽക്കുമ്പോൾ ക്രൂഡ് ഓയിൽ വില എന്തായിരുന്നു, അന്നത്തെ പെട്രോൾ വില എന്തായിരുന്നു, ഡീസൽ വില എന്തായിരുന്നു. അത് കഴിഞ്ഞ് ക്രൂഡ് ഓയിലിന്റെ വില വളരെ കുറഞ്ഞു. അപ്പോഴും പെട്രോളിന്റെ ഡീസലിന്റെ വിലയൊന്നും നമ്മൾ കുറച്ചില്ല എന്ന് മാത്രമല്ല, നികുതി കൂട്ടി അത് സ്റ്റഡിയാക്കി നിർത്തുകയത്. അന്ന് ചോദിച്ചപ്പോൾ അത് കക്കൂസ് പണിയാനാണ് പെട്രോളിന്റെ വില കൂട്ടിയത് എന്നാണ്. നാട്ടിലാകെ കക്കൂസ് വേണം, കേരളത്തിലാർക്കും അങ്ങനെ കക്കൂസ് ഉണ്ടാക്കി കൊടുക്കേണ്ട, ഇവിടെ ഇഷ്ടംപോലെ. അത് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞപ്പോ 50 രൂപ പെട്രോൾ തരും എന്ന് പറഞ്ഞു അധികാരത്തിൽ വന്ന ആളുകൾ 100 കഴിഞ്ഞു 105 കഴിഞ്ഞ് പെട്രോൾ എത്തിയപ്പോഴും പറഞ്ഞു പിന്നെ ചില കണക്കുകളാണ് പറഞ്ഞു. അവരുടെ ഭാഗ്യത്തിനാണ് യുദ്ധം വന്നു. ഹോർമൂസ് കടലിടുക്കിന്റെ പ്രശ്നം, എണ്ണ എത്താനുള്ള പ്രശ്നം, ക്രൂഡ് എത്താനുള്ള പ്രശ്നമൊക്കെ വന്നു. പക്ഷേ ക്രൂഡ് വില കൂടിയപ്പോൾ വീണ്ടും വില കൂട്ടി, 10 രൂപ കൂട്ടി, വീണ്ടും 10 രൂപ കൂട്ടി. ആദ്യമേ കൂടിയിരിക്കുകയാണ്, പിന്നെയും കൂട്ടി. അപ്പൊ പറഞ്ഞു അയ്യോ യുദ്ധമാണ്, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോക പ്രശ്നമാണ്. മാത്രമല്ല ഈ കമ്പനികൾക്ക് വലിയ നഷ്ടമുണ്ടാകുന്നു. കമ്പനികൾക്ക് നഷ്ടം ഉണ്ടാകുന്നൊന്നുമില്ല, കമ്പനികളുടെ ലാഭത്തിൽ ഒരല്പം കുറയുന്നുള്ളൂ. ഈ കമ്പനികൾക്ക് വലിയ തോതിൽ ലാഭം ഉണ്ടാക്കുന്ന കമ്പനികളാണ്. അതിന് പല കാരണങ്ങളുണ്ട്, അവർക്ക് തന്നെ വലിയ ഇതിലുണ്ട്. പക്ഷെ എന്താ കുറയ്ക്കാത്തത്? ക്രൂഡ് ഓയിലിന്റെ വില എന്താ കുറയ്ക്കാത്തത്? അല്ല, ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോൾ എന്താ എണ്ണ വില കുറയാത്തത്? അവിടെയാണ് നമ്മൾ ആലോചിക്കുക. കോടിക്കണക്കിന് ലിറ്റർ പെട്രോളും ഡീസലുമാണ് ഒരു ദിവസം വിറ്റുപോണത്. 1 രൂപ അതിൽ കൂടിയാൽ കോടി രൂപ വീതം ഓരോ ദിവസവും ഈ കമ്പനികൾക്ക് കിട്ടും. 1 രൂപ കൂടുതൽ കിട്ടിയാൽ, ലാഭം കിട്ടിയാൽ അതിപ്പോ വലിയ ലാഭമായി. 100 കടന്ന ഇതിപ്പോ 50 അതിന്റെ അടുത്തൊക്കെ എത്തി. ക്രൂഡ് ഓയിൽ വില $1 ബാരലിന് പകുതി ആയാലും ഇവർ കുറയ്ക്കില്ല. അപ്പൊ ഇവരിങ്ങനെ വലിയ തോതിൽ ലാഭം വാരി കൂട്ടും. എന്നിട്ട് അത് അവർ മുമ്പുണ്ടായ നഷ്ടം നികത്താനാണ് ഇതെന്ന് പറയും. ഇനി ക്രൂഡ് കൂടിയാൽ ഉടനെ വീണ്ടും വില കൂട്ടും. അപ്പൊ പറയും അവർക്ക് നഷ്ടം വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവരുടെയൊക്കെ ലാഭവീതം നോക്കിയാൽ മതി. ഇതിൽ നടക്കുന്ന ഒരു പ്രധാന സംഭവമുണ്ട്. ഇതിൽ പ്രധാന കമ്പനികൾ IOCL, HPCL, BPCL എന്ന് പറയുന്ന 3 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ഏതാണ്ട് 90-95% അവരുടെ കയ്യിലാണ്. ഇവരൊക്കെ തന്നെ ഇവരുടെ ലാഭവിഹിതത്തിന്റെ നല്ലൊരു പങ്ക് കേന്ദ്ര സർക്കാരിന് ഫണ്ടായിട്ട് കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളെ പിഴിഞ്ഞ്, ജനങ്ങളെ മുഴുവൻ പിഴിഞ്ഞ ഫണ്ട് നികുതി എന്ന പേരിലല്ലാതെ ലാഭവിഹിതം എന്ന പേരിൽ ഇവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു ലാഭവിഹിതം എന്തിനാ കേന്ദ്ര സർക്കാർ വാങ്ങണേ? ലാഭവിഹിതം കുറച്ചുകൂടെ, അത്രയും ജനങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവില്ലേ? അങ്ങനെയല്ലേ ചെയ്യണ്ടേ? അത് ചെയ്യാതെ കേന്ദ്ര സർക്കാരിന് കുറെ പണം ഉണ്ടാക്കാം, കമ്പനികൾക്കും. ഒപ്പം റിലയൻസും നയാരെ പോലെയുള്ള കമ്പനികൾ, അവർക്കും ഇതിൽ വലിയ കൊള്ളലാഭം കിട്ടുന്നുണ്ട്. അവരുടെ പങ്ക് ചെറുതാണെങ്കിലും അത് തന്നെ ചെറിയ പങ്ക് എന്നൊക്കെ പറഞ്ഞാലും ഇത് കോടിക്കണക്കിന് ലിറ്റർ തന്നെയാണ് ഓരോ പങ്ക് വരുന്നത്. അപ്പൊ അവർക്കും ഇതിന്റെ ലാഭം ഉണ്ടാവും. അത് ചിലപ്പോൾ പിന്നീ കൂടിയോ മുമ്പിൽ കൂടിയോ വരണമെന്ന് എനിക്കറിയില്ല. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാവുന്ന ലാഭം കേന്ദ്ര സർക്കാരിന് കിട്ടും. ഒടുവിൽ നഷ്ടം വരുന്ന ആർക്കാ? നമുക്കാണ്. പെട്രോൾ ഡീസൽ വില നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. പെട്രോൾ ഡീസൽ വില കൂടിയാൽ നമ്മുടെ ജീവിത ചെലവ് പല മടങ്ങാവും. സ്പൈരലാണ് അത്. മറ്റൊന്നിലേക്ക് പോകും. അങ്ങനെ കൂടിയാൽ നമുക്കിപ്പോൾ ഗ്യാസിന്റെ വില കൂടിയാൽ ഭക്ഷണം ഇതിന്റെ കാര്യത്തിൽ വരും. ഡീസലിന്റെ വില കൂടിയാൽ കൊണ്ടുവരുന്ന മുഴുവൻ സാധനങ്ങൾക്കും വരും. കേരളം പ്രത്യേകിച്ച് ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. കേരളത്തിന് ആവശ്യമുള്ള വിഭവങ്ങൾ മുഴുവൻ പുറത്തുനിന്ന് വരേണ്ടതാണ്. അതിനൊക്കെ വില കൂടും. പെട്രോളിന് വില കൂട്ടിയാൽ നമ്മുടെ ജീവിത ചെലവ് വല്ലാതെ കൂടും. എല്ലാവരുടെയും ഈ വാഹനത്തിന്റെ ടാക്സി, ഓട്ടോ എല്ലാത്തിൻ്റെയും ചെലവ് കൂടും. ബസ്സുകളുടെ യാത്രാക്കൂലി കൂടും. അപ്പൊ അങ്ങനെ ഡീസലിന്റെ വില കുറച്ചു കൊടുത്താൽ തന്നെ വലിയ തോതിലുള്ള വിലക്കയറ്റം തടയാൻ നടപടികളാവും. പക്ഷെ ചെയ്യില്ല. ഇനി അടുത്ത വിലക്കയറ്റം വരുന്നവരെ ക്രൂഡിന്റെ വിലക്കയറ്റം വരാൻ വേണ്ടി പ്രാർത്ഥിക്കും. വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ക്രൂഡിന് 100 ആയാലുള്ള വില ഇപ്പൊ എടുത്തിട്ടുണ്ട്. അത് 50 ആയാലും ഈ വില തന്നെ നിൽക്കും. $50 ആയാലും $100 ആയിരുന്ന വില എടുത്തിട്ട് 50 ആയാലും ഈ വില തന്നെ നിൽക്കും. ഇനി അത് 100 ആവുമ്പോൾ വീണ്ടും കുറച്ചുകൂടി കൂട്ടും. ഇതാണ് നമ്മുടെ ഒരു ടെക്നിക്ക്. അപ്പൊ ഈ വില കൂട്ടാൻ ഇതിന് പറയുന്ന ഒരു കാര്യം, കേന്ദ്ര സർക്കാരിന് ഉള്ള അധികാരം സ്വകാര്യ കമ്പനികൾക്ക് കൊടുത്തു മൻമോഹൻ സിംഗ്. അത് കൊടുത്തത് കൊണ്ടാണ് ഈ പ്രശ്നം. അത് പെട്രോളിന് ആദ്യം കൊടുത്തു, അവര് ഡീസലിന് ഇവര് കൊടുത്തു. തീർച്ചയായിട്ടും. പക്ഷെ എൻ്റെ ഒരു വളരെ ബലമായൊരു സംശയമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും, ഇത് കേൾക്കുന്ന ആളുകൾക്ക് സംശയമുണ്ടോ? ഈ ഇലക്ഷൻ വരുമ്പോൾ എന്താ വില കൂട്ടാത്ത കമ്പനികൾ? 95% കേന്ദ്ര സർക്കാരിന്റെ കമ്പനികളാണ്. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ സംസ്ഥാന നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് പണി തരിക, ഇത് കൂട്ടുക. അപ്പൊ എന്താ ഈ ഇലക്ഷൻ കാലത്ത് ഇത് കുറച്ച് വെക്കണത്? അവർക്കാണ് അധികാരമെങ്കിൽ അത് കുറയ്ക്കുക. അവർ കുറയ്ക്കില്ലേ? കേന്ദ്ര ഗവൺമെന്റിന് ഒരു അധികാരമില്ല, ഞങ്ങൾക്കൊരു അധികാരമില്ല, അവര് കൂട്ടണത് കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ അല്ലല്ലോ. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേന്ദ്ര ഗവൺമെന്റ് ഭൂരിപക്ഷം ഷെയറുള്ള സ്ഥാപനങ്ങൾ
അവർ കൂട്ടുന്നതും കുറയ്ക്കുന്നതും കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയ താല്പര്യം വെച്ചാണ്. അതാണ് പ്രശ്നം. അപ്പോ നിയന്ത്രണാധികാരം അവർക്ക് വിട്ടുകൊടുത്തു എന്നത് സാങ്കേതികത്വം മാത്രമാണ്. ഇപ്പോഴും IOCയിലും BPCയിലും HPCയിലും പോലെയുള്ള കമ്പനികളുടെ, ONGC അതുപോലെയുള്ള കമ്പനികളുടെ നിയന്ത്രണാധികാരം കേന്ദ്ര സർക്കാരിന് തന്നെയാണ്. അതുകൊണ്ടാണ് ഇലക്ഷൻ വരുമ്പോൾ കൂടാതിരിക്കുന്നതും ഇലക്ഷൻ കഴിയുമ്പോൾ കൂടുന്നതും. അതുകൊണ്ട് ഇനി ആ പണി നമ്മളോട് പറയണ്ട. അധികാരം അവർ കമ്പനികൾക്ക് വിട്ടുകൊടുത്തു. കമ്പനികൾക്ക് വിട്ടുകൊടുത്താലും കമ്പനികൾ ആ അധികാരം ഉപയോഗിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ താല്പര്യം കൂടി അനുസരിച്ചാണ് എന്നതുകൊണ്ട് ഇത് അടിയന്തരമായി കുറയ്ക്കേണ്ടതുണ്ട്. പെട്രോൾ വിലയും ഡീസൽ വിലയും കുറയ്ക്കണം. കുറച്ച് നമ്മുടെ ജനങ്ങളെ, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മാത്രമല്ല ഇവിടെയുള്ളായിരുന്നു BJPക്കാരൊക്കെ നമ്മളോട് പറഞ്ഞത് ഗ്യാസിന്റെ വില കുറയും, പെട്രോളിന്റെ വില കുറയും, മോഡി വന്നാൽ എന്നാണ്. ഇതൊന്നും കുറഞ്ഞില്ല. അന്ന് സമരം നടത്തിയവരൊന്നും കാണാനില്ല. അപ്പോ ഈ കേവലമായി ഇതിന്റെ ഞങ്ങൾക്കൊരു അധികാരം ഇല്ല എന്ന വാദം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ വില കുറയ്ക്കാൻ പബ്ലിക് സെക്ടർ കമ്പനികൾക്ക് മേൽ സമ്മർദ്ദമുണ്ടാവണം. അവർ വില കുറയ്ക്കുക തന്നെ വേണം. കാരണം കൊള്ളലാഭം ജനങ്ങളെ പിഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നറിയുക.